ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 1995 റിലീസായിട്ടുള്ള സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ മലയാള ചിത്രമാണ് ദ കിങ്. ദ കിങ് എന്ന മൂവിയിലെ ഒരു സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെക്കുക. മമ്മൂക്ക മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. പിന്നെ പറയണം, ഇന്നലെ കൃഷ്ണൻ എന്ന സാധു മനുഷ്യൻ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർത്തേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസിനെ അവരൊന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. കൂലങ്കഷമായ ചർച്ച. എന്തായിരുന്നു ടോപ്പിക്? അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ അല്ലേ? നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയ നല്ല ഗംഭീര സൗണ്ട് ഉണ്ടതില്ല. അത് നമ്മുടെ വോയിസ് നല്ല അതോ സിറ്റിയിലെ സാരി കമ്പോളത്തിൽ ഒരു അക്ഷരമുള്ള വാണി വിശ്വനാഥ്, നമ്മുടെ ബാബുരാജിന്റെ വൈഫ്. ഐശ്വര്യ റായ് സുസ്മിത സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം. അതല്ലെങ്കിൽ ഒറ്റപ്പി സ്വിം സ്യൂട്ടിന് തുളിക്കാനാവാത്തതെല്ലാം TV ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബി എന്ന താളത്തിൽ മൂടും മുലയും വിലക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് അല്ലേ? അതെ, ഐ എം പ്രിജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീന്മേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞൂന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മാക്കുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ നിങ്ങളുടെ ജൂനിയറാണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്ക്. IAS ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് എന്താ വോയിസ്. നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ചെക്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശ്വാസിച്ച് അത്താഴപ്പെട്ടിരിക്കുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറുനിറച്ച് വാരി ഉണ്ണാൻ വക നേടി സ്വന്തം കരുത്ത് മാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനി ചാട്ടിയിറക്കി വിട്ടില്ലേ? ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം. എന്താ വെറും പെണ്ണ്. ഓ കിഡിലൻ സീൻ കേട്ടോ. എന്താ പറയാ, ഒരു രക്ഷയില്ലേണ്ടോ. അതൊരു കിഡിലൻ ഒരു ഡയലോഗ് സീനാണ് കണ്ടത്. ദ കിങ് എന്ന മൂവിയിലെ സീനാണ് കണ്ടത്. 1995 സിനിമ റിലീസായിട്ടുള്ളത്. ഷാജി കൈലാസ് സംവിധാനവും തിരക്കഥ രഞ്ജി പണിക്കറുമായിരുന്നു. രഞ്ജി പണിക്കറുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്തിനായിരിക്കും മുഖ്യം എന്നുള്ളത്. ഡയലോഗ് തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. കിഡിലൻ ഡയലോഗുകളാണ്. സൂപ്പർ മൂവി. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ 1995 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ് ദ കിങ്. അതുപോലെ മഞ്ഞളാൻ കുയ് അലിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.